ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയൽ മാഡ്രിഡ് വേഴ്സ് മയോർക്ക മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൂപ്പർ കോപ്പ എസ്പാനിയ സെമി ഫൈനൽ മത്സരം 3-0 എന്ന ഗോൾ സ്കോറിനായിരുന്നു റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. റിയൽ മാഡ്രിഡിന് വേണ്ടി ജൂഡ് ബെല്ലിംഗാം, റോഡ്രിഗോ ഗോസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു മയോർക്കയുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. എനിക്ക് അവരോട് ഗെയിം പ്ലേ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഒരു പെനാൾട്ടി ഷൂട്ടൗട്ട് വരെ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് പെനാൾട്ടി ഷൂട്ടൗട്ട് വരെ കൊണ്ടുപോവുക എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസാണ്. മാക്സിമം ഡിഫെൻഡ് ചെയ്യുക. കാരണം യാതൊരു വേറെ ഒരു ഇമ്പാക്റ്റ് ഒരു മത്സരത്തിൽ എനിക്ക് പേഴ്സണലി കാണാൻ വേണ്ടി സാധിച്ചില്ല. സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലായാലും അറ്റാക്കിംഗ് സെൻറ്റർ ഫോർവേഡ് പ്ലേസ് ഒക്കെ ഉണ്ടോ നമ്മൾ ലെൻസ് വെച്ച് നോക്കേണ്ട ഓരോ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. ഒരു ഗോൾ അടിച്ചതിന് ശേഷം ചെറിയ ചെറിയ അറ്റാക്കിങ്ങുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാനും റിസൾട്ട് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. റിയൽ മാഡ്രിഡിന് ഈ ഒരു മത്സരത്തിൽ ഓൾ ഓവർ അത്യാവശ്യം എല്ലാവരും നല്ലൊരു ഫോം ആയിരുന്നു. കുറച്ചൊരു വീക്ക് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് വാസ്കസിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇനിയിപ്പോൾ ബിഗ് മാച്ച് വരുന്നത്, ഇനിയിപ്പോൾ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്തത് ബാഴ്സലോണയായിട്ടാണ് കളി വരുന്നത്. ആ ഒരു മാച്ചിൽ ഇപ്പോൾ നിലവിൽ ബാഴ്സലോണൻ്റെ ആ ഒരു ഫോം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫൈനലിലും ഇതേ ഒരു ഗെയിം പ്ലേ ആണ് കാർലോ യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് നമ്മൾ അനുകൂലമായിട്ടായിരിക്കില്ല വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ റൈറ്റ് ബാക്ക് എന്നുള്ളൊരു പൊസിഷനിൽ വേറെ എന്തെങ്കിലും മീൻസ് ഇപ്പോൾ ഫെഡെ വാൽവേർഡേനൊക്കെ പല മത്സരത്തിലും റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സിദാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ സക്സസ് ആവാൻ സാധിച്ചില്ല എങ്കിലും അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള റിസൾട്ടൊക്കെ തരാൻ വേണ്ടി വാൽവേർഡേനെ കൊണ്ട് സാധിക്കും. വാസ്കസിനേക്കാൾ ഫാർ ബെറ്ററാണ് എന്തുകൊണ്ടും ഫെഡെ വാൽവേർഡെ. അപ്പോൾ ഫൈനൽ മത്സരത്തിൽ വാസ്കസിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ വാൽവേർഡെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോയ്സ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.